കടുവയ്ക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ നാട്ടുകാരുടെ ഭാഗത്ു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാവുകയാണ്. കാളികാവിൽ 1972 വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിലെ 11AB പ്രകാരം അത് രാഷ്ട്രീയമല്ല, അത് ജനാധിപത്യ പ്രക്രിയയാണ്. പ്രതിഷേധിക്കേണ്ടത് വിഷ്ണു പ്രകാശുണ്ട്. വിഷ്ണു കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു ഭാഗത്ത് UDF പ്രവർത്തകരും മറുഭാഗത്ത് നാട്ടുകാരും, അങ്ങനെയാണോ ഇപ്പോൾ ഒരു പ്രതിഷേധവും സംഘർഷവും നടക്കുന്നത്? ദിവിഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗത്ത് UDFന്റെ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരുമായിട്ടുള്ള ജനങ്ങളുമാണ് പ്രതിഷേധിക്കുന്നത്. ഈ രണ്ടുപേരും ഒന്നിച്ച് പ്രതിഷേധിക്കണമെന്നൊരു ആവശ്യം ആയിട്ടാണ് വന്നത്. പക്ഷേ എന്നാൽ UDF അവരുടെ നിലയ്ക്ക് മൈക്കും മുദ്രാവാക്യവുമായി പ്രതിഷേധിച്ചതോടുകൂടി നാട്ടുകാർ ആ പ്രതിഷേധത്തിൽ നിന്ന് വിട്ട് ഇതൊരു ജനകീയ പ്രശ്നമാണ്, അപ്പോൾ അത് ജനകീയമായി തന്നെ നേരിടണം, ഇത് ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു ആവശ്യമല്ല, ഇത് തീർച്ചയായും ജനകീയമായിട്ടുള്ള വിഷയമാണ്, അതിൽ രാഷ്ട്രീയം ഇടകലർത്തരുത് എന്നുള്ളൊരു ആവശ്യവുമായി നാട്ടുകാർ അവർക്കെതിരെയും കൂടിയുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് UDFന്റെ ആ ഒരു പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അവർ മൈക്കെല്ലാം ഓഫ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലും നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ വനം വകുപ്പിന്റെ വണ്ടികൾ, ഇപ്പൊ നേരത്തെ തിരച്ചിലിന് പോയ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്ന വാഹനങ്ങളടക്കം കടത്തിവിടാണ്ട് ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. അവർ പറയുന്ന ആവശ്യം ഇവരുടെ കടുവയെ പിടിക്കാനുള്ള ഒരു നടപടി, അതിൽ ഒരു മടി ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ആണ് ഇപ്പോൾ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. ഈ വനംവകുപ്പ് സംഘം നേരത്തെ അന്വേഷണം നടത്തിയ തെരച്ചിലിന് പോയ സംഘം ഇപ്പോൾ തിരിച്ചിറങ്ങി വരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇവർ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇവരെ പുറത്തുവിടില്ല, ഇവർ ഇതിനൊരു തീരുമാനമാക്കിയിട്ടേ ഇവിടുന്ന് പോകൂ എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത്. അത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രതിഷേധിച്ച നാട്ടുകാരുമായിട്ടുള്ള ഒരു സംഘർഷ സാധ്യത അത് പോലീസ് ഇടപെട്ടിപ്പോൾ ശാന്തമാക്കിയിട്ടുണ്ട്. നാട്ടുകാരെ അവിടെ നിന്നും പോലീസ് പറഞ്ഞ് അനുനയിപ്പിച്ച് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇനി ഈ ഒരു പ്രതിഷേധം വനം വകുപ്പിന്റെ തലത്തിലോട്ട്, അല്ലെങ്കിൽ വനം വകുപ്പിനെ കടത്തിവിടുന്ന തരത്തിലോട്ട് ആകുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഏതായാലും ജനങ്ങളാരും ഇവിടെ നിന്നും മടങ്ങിപ്പോയിട്ടില്ല. എല്ലാ ജനങ്ങളും ഇവിടെ തന്നെ തിങ്ങിക്കൂടി തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ അരുൺ സക്രിയ ഉൾപ്പെടുന്ന സംഘമാണ് ആ പുറകിലുള്ള ജീപ്പുകളിൽ കാണുന്നത്. ആ ജീപ്പിൽ ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആ കിടക്കുന്ന, അപ്പോൾ ഈ തെരച്ചിൽ പൂർത്തിയാക്കി വന്ന സംഘം, അവർക്ക് പുറത്തോട്ട് പോകാൻ സാധിക്കാതെ അവർ ഇപ്പോഴും അവിടെ തന്നെ തിങ്ങി നിൽക്കുകയാണ്. ജനങ്ങളും പോലീസുമായിട്ടുള്ള ആളുകൾ ഇവിടെ തന്നെ നിന്ന് അതൊരു സംഘർഷ സാധ്യതയിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഫോറസ്റ്റിന്റെ നാലോളം വരുന്ന വാഹനങ്ങളുണ്ട്. ഈ സംഘമാണ് ഇന്നിപ്പോൾ 3 മണിയോടുകൂടി ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാട്ടിലുകൾ, ഈ റബ്ബർ എസ്റ്റേറ്റിൽ പോയി ഒരു പരിശോധന നടത്തിയത്. പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടോ എന്നുള്ളതിലൊന്നും ഒരു തീരുമാനം വന്നിട്ടില്ല. ഏതായാലും ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വണ്ടിയിൽ തന്നെ തുടരുകയാണ്. നാട്ടുകാരായിട്ടുള്ളവരും ഇത്തരത്തിൽ തന്നെ പ്രതിഷേധവുമായി ആ ജനങ്ങൾ ആ ഒരു ജംഗ്ഷനിൽ, നമുക്കറിയാം ഈ ഇന്നലെ കണ്ട സുൽത്താന എസ്റ്റേറ്റ് ആ ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും കയറിയാണ് ഈ കാട്ടിലോട്ട് പോകുന്നത്. അവിടെ നിന്നും ഇന്ന് ഇപ്പോൾ കണ്ടത് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഉള്ള ഒരു പ്രദേശത്തായിരുന്നു ഈ കടുവ. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചോ? ഇപ്പോൾ രാത്രിയായാൽ ഈ വന്യജീവിയെ പിടികൂടാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ വെല്ലുവിളി നിറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ എനിക്കൊന്ന് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുക തന്നെയാണല്ലേ? നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്നലെയും ഏകദേശം ഈ ഒരു സമയത്തോടു കൂടിയാണ് ഇവിടെ എത്തിയത്. പക്ഷെ എന്നാൽ നമുക്ക് ഈ തിങ്ങി പാർക്കുന്ന റബ്ബർ മരങ്ങളാണ്. അതുമാത്രമല്ല, ഇത് കടന്ന് ഈ കാട്ടിലോട്ട് പോകാൻ നമ്മൾ നേരത്തെ ആ ഒരു പ്രദേശത്തോട്ട് പോകുമ്പോൾ പുഴ അടക്കം മുറിച്ച് കടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് രാത്രി ആ ഒരു തെരച്ചിൽ ദുഷ്കരമാക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രതികരണം തേടാനായി നമുക്ക് അവരുടെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ജനൽ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം കയറ്റിയിട്ട നിലയിലാണ്. അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും ഈ രാത്രിയാകുമ്പോൾ സ്വാഭാവികമായും ഈ പ്രദേശത്ത് തിരച്ചിൽ വളരെയേറെ ദുഷ്കരമാണ്. പ്രത്യേകിച്ചും ഈ കടുവയടക്കമുള്ള വന്യമൃഗ
വന്യമൃഗ ജീവികളുടെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹസത്തിന് നമുക്ക് ഇപ്പോൾ പരിമിതമായിട്ടുള്ള ഒരു തെരച്ചിൽ രീതികൾ വച്ച് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ ഏകദേശം അവസാനിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി കൂടടക്കം സ്ഥാപിക്കുന്ന ആവശ്യങ്ങൾ നേരത്തെ ഇവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവർ ഇറങ്ങി വരുമ്പോൾ കൂട് സ്ഥാപിക്കുന്ന കാര്യമെല്ലാം വനംവകുപ്പ് ഇവർക്ക് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇന്ന് രാവിലെയും ഉച്ചയായിട്ടും ഇപ്പോൾ ആ ഒരു കൂട് വച്ചിട്ടില്ല എന്നൊരു ആക്ഷേപവും ഈ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ വനംവകുപ്പിന് എതിരെ ആരോപിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ജനങ്ങൾ ഇവിടെ റോട്ടിലിറങ്ങി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പരിശോധന പൂർത്തിയാക്കി മടങ്ങുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ റോട്ടിൽ തന്നെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലോട്ട് കടന്നിരിക്കുന്നത്.